248 കിലോമീറ്റർ ഒക്കെയാണ് സർട്ടിഫൈഡ് റേഞ്ച് കിട്ടുന്നത്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്ത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിലും തരംഗമാകാൻ പോകുന്ന ഒരു മോഡലിനെ പറ്റിയാണ് കേട്ടോ. അതായത് സിമ്പിൾ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് സിമ്പിൾ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ് എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ട്. കാരണം 2021 കഴിഞ്ഞപ്പോഴത്തേക്കും ലോഞ്ച് ചെയ്ത ഒരു മോഡലാണ്. 2023 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ വന്നു. അതായത് ഇതിൻ്റെ നിലവിലുണ്ടായിരുന്ന റേഞ്ച് 212 ഒക്കെയാണ് സർട്ടിഫൈഡ് റേഞ്ച് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 248 കിലോമീറ്റർ ഒക്കെയാണ് സർട്ടിഫൈഡ് റേഞ്ച് കിട്ടുന്നത്. അതായത് ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത് വന്ന മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ബാംഗ്ലൂർ കുറേ പ്ലേസിലൂടെയൊക്കെ റൈഡ് ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരു നിപ്പാണ്. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സിമ്പിൾ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പരമായിട്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിങ്ങിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ നല്ല രീതിയിൽ നോക്കിയിട്ടാണ് സിമ്പിൾ എനർജി ഈ ഒരു മോഡലിനെ പുറത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും 2 മോഡൽസ് അവൈലബിൾ ആണ്. സിമ്പിൾ 1 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും സിമ്പിൾ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും. ഡോട്ട് കുറച്ച് റേഞ്ച് കുറവുള്ളൊരു മോഡലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വെഹിക്കിൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മോഡലൂടെ ആയിരിക്കും ഇത്. സിമ്പിൾ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ. 2019 രജിസ്റ്റേർഡ് ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ബേസ് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് നോക്കുവാണെങ്കിൽ കൊച്ചിയിലും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത്, കൊല്ലത്ത്, അങ്ങനെ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലേറ്റും സെയിൽസും സർവീസും വന്നു കഴിഞ്ഞു. അത് മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകതകൾ കുറച്ച് പറയാം. അതായത് ഏറ്റവും ഹൈ സ്പീഡ് കിട്ടുന്ന ഒരു വെഹിക്കിളാണ്. അതായത് 0 to 40 വെറും 2.77 സെക്കൻഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ മോട്ടർ മാനുഫാക്ചർ ചെയ്യുന്നത് കമ്പനി തന്നെയാണ്. അതുകൊണ്ട് 8 വർഷം മോട്ടറിന് വാറന്റി കിട്ടുന്ന ഒരു കമ്പനിയും കൂടിയാണ് കേട്ടോ. ഫസ്റ്റ് ഇൻ സ്കൂട്ടേഴ്സിൻ്റെ സെഗ്മെന്റിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് പാർട്ടാണത്. അതേപോലെ തന്നെ നമുക്കിതിൽ കുറേ അധികം നല്ലോണം റൈഡിങ് മോഡ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 ബാറ്ററി ഉണ്ട്. അതായത് 5 kWh ബാറ്ററി പാക്കാണ് ഓവറോൾ വരുന്നത്. ഇൻബിൽറ്റ് ആയിട്ട് 3.7 kWh ഒരു ബാറ്ററി പാക്ക് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബാറ്ററി പാക്ക് റിമൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബാറ്ററി പാക്കാണ്. അത് 1.3 kWh ഒരു ബാറ്ററി പാക്കാണ് കേട്ടോ. അതായത് ഈ കാണുന്ന ബാറ്ററി പാക്ക് കണ്ടല്ലോ. അപ്പം രണ്ടും കൂടെ കൂടിയിട്ടാണ് ഈ പറഞ്ഞ ടോപ്പ് റേഞ്ച് ആയിട്ടുള്ള 248 ഒക്കെ സർട്ടിഫൈഡ് റേഞ്ച് ആയിട്ട് പറയുന്നത്. എന്നാലും ട്രൂ റേഞ്ചിലേക്ക് നമ്മൾ അത്യാവശ്യം റാഷായിട്ട് ഡ്രൈവ് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു 180 പ്ലസിലേക്കൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം വേണ്ട ഒരു കാര്യമാണല്ലോ റേഞ്ച് എന്നുള്ളൊരു കാര്യം. അപ്പം പ്രൈസ് കൊണ്ടും അതേപോലെ തന്നെ റേഞ്ച് കൊണ്ടും പിന്നെ ഫീച്ചേഴ്സ് കൊണ്ടും ബെസ്റ്റ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ ഇത്. നമുക്ക് റൈഡ് എടുക്കാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിളിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ കുറച്ച് ദൂരം ആദ്യം ഓടിച്ചിരുന്നു. ഇപ്പം നമുക്ക് കുറച്ച് ലോങ്ങിലേക്ക് ഒന്ന് എടുത്തിട്ട് പോകാം. കുറച്ച് സിറ്റിയിൽ ഓടിച്ചു. അതേപോലെ ഇനി കുറച്ച് ലോങ്ങിലേക്ക് ഓടിക്കുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ്, സ്റ്റെബിലിറ്റി, സസ്പെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 4 മോഡ്സ് ഉണ്ട്. എക്കോ ഉണ്ട്, റൈഡ് ഉണ്ട്, ഡാഷ് എന്ന് പറഞ്ഞ മോഡുണ്ട്, അതുപോലെ തന്നെ സോണിക് എന്ന് പറഞ്ഞ മോഡുണ്ട്. ഈ സോണിക്കിലാണ് മാക്സിമം ടോർക്കും പവറും എടുക്കുന്നത്. ഭയങ്കര പവറാണ്. അതായത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ 0 to 40 ആകാൻ വേണ്ടി വെറും 2.77 സെക്കൻഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടിയാണ് കേട്ടോ ഇത്. അപ്പം സോണിക്കിൻ്റെ ഒക്കെ ഒരു ആവശ്യം വേണമെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ എന്നാലും നമുക്ക് റൈഡ് എടുത്ത് സംസാരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ റൈഡ് എടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൻ്റെ ഏതോ ഒരു ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈഡ് മോഡിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിൾ റൈഡ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ക്വാളിറ്റീസ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് അത്യാവശ്യം പ്രിറ്റി നീറ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പാണ് കേട്ടോ. അതായത് ഓവർ അടുപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം കുഴിയിലൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടബിളാണ്. പിന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. അതുപോലെ തന്നെ സീറ്റിംഗ് റൈഡർ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതും അത്യാവശ്യം ഹൈറ്റിലായിരിക്കുന്നത്. ഓവറോൾ ഈ ഒരു വെഹിക്കിളിന് നല്ലൊരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ കിട്ടുന്നുണ്ട്. അതായത് ഓവർ സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നും കൈക്ക് ഒന്നും വരുന്നൊന്നുമില്ല. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് ഇപ്പം നമ്മളൊരു സ്റ്റക്കായി കിടക്കുവാണത് ഇതുപോലെയുള്ള പ്ലേസിലൂടെയൊക്കെ നൈസായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് എടുത്തുകൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ. അതായത് ഹാൻഡ്ലിംഗ് വേസ് ഭയങ്കര നീറ്റായിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ്. ഒടിവ് നല്ല ഒടിവാണ് വെഹിക്കിളിന്. അപ്പം നമുക്ക് ഒത്തിരി സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് സിറ്റി കൂടെ ആണെങ്കിലും എവിടെ ആണെങ്കിലും നമുക്ക് ഏതിലെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വെഹിക്കിൾ കൊണ്ടുപോകാം. പിന്നെ നമ്മളിപ്പോൾ 2 പേരെ വെച്ചിട്ട് ഇപ്പോൾ പില്ലിനുണ്ട്, നമ്മൾ 2 പേരെ വെച്ചിട്ട് റൈഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് കൂടെ നോക്കുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം കൈ കൊടുത്താലും ഈ പറഞ്ഞ പോലെ ഫാസ്റ്റായിട്ട് റെസ്പോൺസ് ആണ്. നമുക്കിപ്പോൾ ഇവിടെ കയറ്റവും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈഡിലും അല്ലെങ്കിൽ മറ്റു മോഡ്സിൽ തേർഡ് മോഡ് ഡാഷ് മോഡ് വരെയൊക്കെ ആണെങ്കിലും നല്ല പവറും കാര്യങ്ങളുണ്ട്. അപ്പോൾ സോണിക്കിലേക്ക് ഒരു ആവശ്യം വരുന്നില്ല. അപ്പം നല്ല കയറ്റമുള്ള സമയത്ത് നമുക്ക് സോണിക്ക് പോലെയുള്ള മോഡ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
എന്തായാലും നല്ല കുറച്ച് കാര്യങ്ങൾ, അതായത് പവറും പെർഫോമൻസും ഫീച്ചേഴ്സും കൊണ്ട് ഓവറോൾ നല്ല രീതിയിലാണ് ഈ ഒരു സിമ്പിൾ വൺ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ എക്കോയിലാണ് പോണത് കേട്ടോ. എക്കോയിൽ ഇപ്പോൾ 2 പേരുണ്ട്. ഞാൻ കൈ കൊടുക്കുവാണേ. കണ്ടോ, എക്കോയിൽ നമ്മൾ 2 പേര് ഇരുന്നിട്ട് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു വലിവ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് മോഡൊന്ന് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒരു 1 ടാപ്പിലൊന്ന് മോഡ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ റൈഡിലേക്ക് ആയിട്ടുണ്ട്. റൈഡിൽ മാറുമ്പോൾ തന്നെ അത്യാവശ്യം ആ പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് കൈ കൊടുക്കുവാണേ. റൈഡ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അടുത്ത ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ്. ജസ്റ്റ് 1 ടാപ്പിൽ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോവാണ് കേട്ടോ. ഭയങ്കര പാറാണ്. അപ്പം സോണിക്ക് പറയണ്ടല്ലോ, സോണിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചോണ്ട് പോകുന്ന ഭയങ്കര പീക്ക് പവറാണ് എടുക്കുന്നത്. അത് ഈ ഒരു വെഹിക്കിൾ വളരെ സേഫായിട്ട് ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് മാത്രം ഈ പവർ മോഡ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ കേരളത്തിലെ റോഡുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈഡും അതുപോലെ തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് മാത്രം മതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അതിൽ തന്നെ അത്യാവശ്യം നല്ല പവറും പെർഫോമൻസും ഉണ്ട്. ജസ്റ്റ് സോണിക് മോഡിൻ്റെ ഒന്ന് പെർഫോമൻസ് കാണിച്ചു തരാം, നോക്കിക്കോണേ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ കയറുന്നത്. അപ്പം എനിക്ക് നമ്മുടെ റോഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം ഓവറായിട്ട് അങ്ങ് പറപ്പിക്കാൻ പറ്റില്ല. സോ മസ്റ്റായിട്ട് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒന്ന് ഈ ഒരു മോഡും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, വളരെ സേഫായിട്ട് കേട്ടോ. നല്ല റോഡ്സും കാര്യങ്ങളെല്ലാം സേഫായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ മാത്രം ഇങ്ങനെയുള്ള മോഡുകൾ ടെസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു വെഹിക്കിളിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ റൈഡ് ക്വാളിറ്റി. നമ്മളൊരു വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന പോലെ റൈഡ് ക്വാളിറ്റി അപാരമാണ് കേട്ടോ. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടും അല്ലെങ്കിൽ ഓവറോൾ വണ്ടിയുടെ ആ ഒരു എഞ്ചിനീയറിംഗ്, ശരിക്കും സിമ്പിൾ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എഞ്ചിനീയറിംഗ് ബേസ് നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടാണ്. കാരണം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് ഈ ഒരു വണ്ടിയുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വെഹിക്കിളൂടെയാണ് കേട്ടോ ഇത്. ഈ റൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ എത്ര റേഞ്ച് ഉണ്ട്. സർട്ടിഫൈഡ് റേഞ്ച് ആയിട്ട് 248 കിലോമീറ്ററോളം പറയുന്നുണ്ട്. നമുക്ക് ട്രൂ റേഞ്ചിലേക്ക് മര്യാദയ്ക്കൊക്കെ ഓടിച്ചാൽ ഒരു 200+ കിട്ടേണ്ടതാണ്. അപ്പം ശരിക്കും ലോങ് കൊണ്ടുപോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം വേറെ സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റുന്നൊരു വെഹിക്കിളാണ് കേട്ടോ ഇത്. ഓവറോൾ പെട്ടെന്നൊരു ക്വിക്ക് ലുക്ക് നമ്മുടെ വെഹിക്കിളിൽ നിന്ന് പറയുകയാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി ലുക്കാണ് കേട്ടോ. ഒരു എയറോഡൈനാമിക് ഡിസൈനിലുള്ള സ്പോർട്ടി ലുക്കാണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ള ലുക്കും കാര്യങ്ങളാണ്. ആകെപ്പാടെ റേഞ്ചിലുള്ള വ്യത്യാസം മാത്രമുള്ള അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഉള്ളത്. അതേപോലെ തന്നെ നമുക്കിപ്പം ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഫസ്റ്റ് ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ആ ഒരു ഡിസൈൻ കാര്യങ്ങൾ കുറച്ചൊരു സ്പോർട്ടി ഡിസൈനാണ്. ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഈ ഒരു വെഹിക്കിളിലെ ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബോഡി പാനൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഈച്ച് ആൻഡ് എവറി പാർട്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ലൈറ്റ്സ്, LED ലൈറ്റ്സ് കൊണ്ടുള്ള കാര്യങ്ങൾ കാണാം. ഇവിടെയായിട്ടാണ് ചെറിയൊരു DRL സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈഡിലായിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് ഈ ഒരു വെഹിക്കിൾ കാണുമ്പം കുറച്ച് ഒതുക്കമുണ്ട് അല്ലേ. അപ്പോൾ ഒതുക്ക ഫീലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം, ഇതിൻ്റെ വീതി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം വീതി കൂടുമ്പോൾ കയറി ഇരിക്കുമ്പോഴത്തേക്ക് നോക്കി എൻ്റെ കാല് എത്രത്തോളം എത്തുന്നുണ്ടെന്ന്. സാധാരണ സ്കൂട്ടേഴ്സിലൊക്കെ കയറുമ്പോൾ കാല് സാധാരണ ഏകദേശമൊക്കെ നിലത്ത് എത്തേണ്ടതാണ്. പക്ഷേ ഇത് എനിക്ക് നോർമലി ഇരിക്കുമ്പോഴത്തേക്ക് ഇത്രയും പറ്റുന്നുള്ളൂ. വിച്ച് മീൻസ് ഇതിൻ്റെ വീതി വളരെ കൂടുതലാണ്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഈ ഒരു വെഹിക്കിൾ. ഇപ്പോൾ നല്ല ഹൈറ്റ് ഉള്ള ആളുകൾക്കും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും സൈഡിൽ വരുമ്പം നമുക്ക് കളർ ഓപ്ഷൻസ്, ഫസ്റ്റ് കുറേ അധികം കളർ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ചൂസ് ചെയ്തത് ഈ ഒരു ബ്ലാക്കും റെഡും കോമ്പോയിലുള്ള കളർ ഓപ്ഷൻസ് ആണ്. ഈ ഒരു സൈഡിലെ കളറിംഗ് ഒക്കെ ചേഞ്ച് വരുന്ന പല മോഡൽസ് അവൈലബിൾ ആണ്. ബ്ലൂ കളർ ഉണ്ട്, വൈറ്റ് ബ്ലാക്ക് കോംബോ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, അങ്ങനെ പല കോംബോ ഉണ്ട്. റെഡ് കുറച്ചുകൂടെ സ്പോർട്ടിയാണ്. പിന്നെ അലോയ് വീൽസിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു റെഡ് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ട്യൂബ്ലെസ് ടയേഴ്സ് 12 ഇഞ്ചിൻ്റെ കാണാം. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഉണ്ട്. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. പിന്നെ ബെൽറ്റ് ഡ്രൈവ് ആണ് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നത്. ബ്രേക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്ക് ആണ്, കോംബി ബ്രേക്ക് ആണ് വരുന്നത്. അതേപോലെ ബ്രേക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഞാൻ പറയാം. റൈഡ് എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും കാണാം കേട്ടോ. അതേപോലെ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ഒരു ഗ്രാബ് റെയിൽ ഉണ്ട്. അതൊക്കെ ഗംഭീര ക്വാളിറ്റിയിലാണ് കണ്ടോ, ഭയങ്കര ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഗുഡ് പെയിന്റിങ് ഓൾസോ. പിന്നെ നമുക്ക് സീറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും സീറ്റ് കാണുമ്പോൾ ഒരുപാട് വലിയ വലിപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷേ നമുക്ക് റൈഡർ കഴിഞ്ഞിട്ട് പില്ലിനാണെങ്കിലും അത്യാവശ്യം വീതിയിലുള്ളൊരു സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെഹിക്കിളിന് മോട്ടർ വരുമ്പോഴത്തേക്കും 8.5 kW പവറും 72 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 105 km/h ആണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്.
ഒരു സ്പീഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, റൈഡ് ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ഫീൽ, കറക്റ്റ് ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് വാറണ്ടി സൈഡ് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ഈ ഒരു മോട്ടറും ബാറ്ററിക്കും ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് 3 വർഷമോ അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നത്. എക്സ്റ്റെൻഡ് ചെയ്ത് 8 വർഷം വരെ മോട്ടറും ബാറ്ററിക്കും ഒക്കെ എക്സ്റ്റെൻഡ് വാറണ്ടിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും 30 ലിറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ഇവിടെ തന്നെ ഇതിൻ്റെ ചാർജർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചാർജിങ് ടൈം വെച്ച് കഴിഞ്ഞാൽ 5.5 മണിക്കൂർ ടു 6 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവുന്നുണ്ട്. അതായത് 2 ബാറ്ററി, പോർട്ടബിളും അതേപോലെ തന്നെ നോർമൽ ബാറ്ററിയും കൂടെ ഫുൾ ചാർജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 6 മണിക്കൂർ അടുത്തെടുക്കുമ്പോഴത്തേക്ക് ഫുൾ ചാർജ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്പേസ് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നല്ല രീതിയിൽ ഇറക്കി വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്, അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ സ്പേസ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്പേസ് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യൂട്ടിലിറ്റിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ റൈഡ് എക്സ്പീരിയൻസ്, ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ്, ഈ ഒരു ഡിസ്പ്ലേയിൽ കുറേയധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ക്വിക്കായിട്ട് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് കീ ഓൺ ആക്കുമ്പോൾ തന്നെ നോക്കി ആ ഒരു സിമ്പിൾ വണ്ണിൻ്റെ ലോഗോ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് സെൻട്രലായിട്ട്. അതേപോലെ തന്നെ ഇതിൽ തന്നെ നമുക്കിപ്പം ഓരോ ട്രിപ്പ് ഓടുന്നതിൻ്റെയും എത്ര കിലോമീറ്റർ ഓടി, ആവറേജ് സ്പീഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു മോഡിൻ്റെ കാര്യങ്ങൾ കാണാം. നടുക്കായിട്ട് ആ ഒരു ഡിജിറ്റൽ സ്പീഡോമീറ്റർ, പിന്നെ സെൻട്രലായിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ മാപ്പിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അതേപോലെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ഓൺ ആവുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വെഹിക്കിൾ സംബന്ധിക്കുന്ന എല്ലാ പേപ്പേഴ്സും, നമ്മുടെ ലൈസൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് ഉണ്ട്. അത് ആപ്ലിക്കേഷൻ ത്രൂ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പിന്നെ മൈ വെഹിക്കിൾ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് ഇൻ സ്കൂട്ടേഴ്സിൻ്റെ സെഗ്മെൻറ്റിൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെയും റിയറിലെയും കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ മോർ ഇൻഫോയിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഒപ്റ്റിമം ലോ, എക്സ്ട്രീംലി ലോ എന്ന് പറഞ്ഞിട്ടുള്ള ടയർ പ്രഷറിൻ്റെ ആ ഒരു വേരിയേഷൻ കാര്യങ്ങളൊക്കെ 3 കളർ ഓപ്ഷൻസിലായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇൻ സ്കൂട്ടേഴ്സിൻ്റെ സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള ഫീച്ചറാണ് കേട്ടോ, കൊള്ളാം. അതേപോലെ തന്നെ ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും സെപ്പറേറ്റ് മെയിൻ ബാറ്ററിയുടെയും പോർട്ടബിൾ ബാറ്ററിയുടെയും ആയിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജ് എത്രത്തോളം ചാർജ് റിമൈനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബ്രൈറ്റ്നസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അത് ഓട്ടോ ബ്രൈറ്റ്നസ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു തീമിൻ്റെ കളർ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ, യെല്ലോ കണ്ടോ, 3-4 കളേഴ്സിൽ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഭാഗം കണക്ടിവിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾസിന് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അലേർട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയായിട്ട് കുറേ അധികം സപ്പോർട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഈ ഒരു മോഡലിലേക്ക് ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. അടുത്തത് എമർജൻസിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി എമർജൻസി കോൺടാക്ട് നമ്പർ, സർവീസിലെ നമ്പേഴ്സ് കൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സിസ്റ്റം ഇൻഫോയിലേക്ക് വരുമ്പോഴേക്കും സൂപ്പർ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സർവീസിൽ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അവർ നമുക്ക് സർവീസ് അപ്ഡേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും. അങ്ങനെ തൊട്ട് എല്ലാം കൊണ്ടും വേണ്ട കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുള്ളൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ ഇത്. അതായത് ഫീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങളുള്ളൂ, ഓവർ ലോഡറായിട്ട് ഒരു ഓവർ കൺഫ്യൂസിങ്ങോ കാര്യങ്ങളൊന്നുമല്ല, എല്ലാം വേണ്ട വിധം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് റെസ്പോൺസ് നോക്കുവാണെങ്കിൽ തന്നെ നല്ല റെസ്പോൺസാണ്, അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നുമില്ല, വളരെ പെട്ടെന്നുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് മാപ്പ് ഞാൻ കാണിച്ചു തരാം. മാപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കണ്ടോ, നമുക്ക് ഈസി ആക്സസിൽ കിട്ടുന്നൊരു മാപ്പാണ്. അതിൽ നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും റൂട്ട് മാപ്പ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മോഡ്സിൻ്റെ കാര്യം ചേഞ്ച് ചെയ്ത് ഞാൻ പറഞ്ഞു. അതേപോലെ ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പീക്കറിലുള്ള സൗണ്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ സ്വിച്ചസ് ത്രൂ ആണ്, പ്ലസ് മൈനസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് റിജക്ട് ചെയ്യുന്നതെല്ലാം ഈ ഒരു സ്വിച്ചസ് ത്രൂ തന്നെയാണ് കേട്ടോ. വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. വെള്ളമൊന്നും വീണാലും അങ്ങനെ വലിയ സീനൊന്നുമില്ല. ആ ഒരു ക്വാളിറ്റി ബേസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ജസ്റ്റ് 1 ക്ലിക്കിൽ റിവേഴ്സ് ആവുന്നുണ്ട്. 3 km/h സ്പീഡിൽ റിവേഴ്സിലേക്ക് പോകും. ഫോർ സേഫ്റ്റി അത്രയും സ്പീഡിൽ ലിമിറ്റ് ചെയ്തേക്കുവാണ്. അതേപോലെ ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് ഈ ഒരു പി മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വണ്ടി പതുക്കെ ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ആവുന്നുണ്ട്. നോക്കി ഉണ്ടല്ലോ. അത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നമുക്ക് സിറ്റി പർപ്പസിലേക്കൊക്കെ ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു മോഡാണ്. ബിക്കോസ് ഒരു 5 km/h ആ ഒരു സ്പീഡ് ലിമിറ്റഡ് ആണ്. നമുക്കൊരു സിറ്റിക്കൊക്കെ അകത്ത് പതുക്കെ കൊണ്ടു നടക്കാൻ വേണ്ടി കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഓവറോൾ നമ്മൾ സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഫുൾ റിവ്യൂ കാര്യങ്ങൾ എടുത്തു, ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ഓവറോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ബ്രാൻഡുകൾക്ക് ശരിക്കും ടൈറ്റ് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ശരിക്കും ഈ ഒരു സിമ്പിൾ വണ്ടി ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. കാരണം ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി,
ഫീച്ചേഴ്സ്, വാറണ്ടി, പിന്നെ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വെഹിക്കിളിലേക്ക് സർവീസ് വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് അവൈലബിലിറ്റി വേണ്ടി വന്നു പറഞ്ഞാലും ഈസി ആയിട്ടുള്ള ആക്സസും അതേപോലെ തന്നെ കുറച്ചുകൂടെ ചീപ്പറാണ് ഇതിൻ്റെ നമുക്ക് പാർട്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡീലർഷിപ്സ്, സെയിൽസ്, സർവീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും ആയി വരുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സർവീസ് സപ്പോർട്ടും സെയിൽസ് സപ്പോർട്ട്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം മസ്റ്റായിട്ടും ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മോഡലൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള സിമ്പിൾ വണ്ടെ ഷോറൂം, സിമ്പിൾ എനർജി ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.